എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സവോള വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സവോള 3 വലിയ സവോളയാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ ടൊമാറ്റോയാണ്. പിന്നെ നമുക്ക് ഇഞ്ചി വേണം. ഇഞ്ചി പൊടിയായിട്ട് അരിയണം. ഇവിടെ ഞാൻ ഹാഫാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഗ്രേവി ഒക്കെ അരിക്കുന്ന നേരത്തെ ഇത് കടിച്ചാൽ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അത്. പിന്നെ നമുക്ക് ഗ്രീൻ ചില്ലി വേണം. ഇവിടെ ഞാൻ ഗ്രീൻ ചില്ലി എടുത്തിരിക്കുന്നത് 2 എണ്ണമാണ്. പിന്നെ നമുക്ക് നമ്മളുടെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഈ സൈസിൽ അരിഞ്ഞാൽ മതി. ഇവിടെ ഞാൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്ന 6 എണ്ണമാണ്. അപ്പം പിന്നെ നമുക്ക് കരിയാപ്പില വേണം. ഇവിടെ ഒരു കരിയാപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ 4 താറാമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതൊന്ന് പോയി കിട്ടാനാണ് നമ്മൾ ആദ്യം ഇടുന്നത്. നമ്മളുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ടൊമാറ്റോ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി വേവാൻ വേണ്ടി നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ അടച്ചു വെക്കുന്ന നേരത്തെ ഇത് ലോ ഫ്ലെയിമിൽ ഇടണം. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിത് ഇളക്കിയും കൊടുക്കണം, പിന്നെ അടച്ചും വെക്കണം. തക്കാളി വെന്തോന്ന് നോക്കാം. നമ്മൾ തക്കാളി വെന്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മളുടെ സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കി കൊടുക്കേണ്ട, ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ആവശ്യത്തിന് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പം വളരാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ സവോള ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ പൊടികൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം നമ്മളുടെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ അകത്ത് ഹീരോ. നമ്മളുടെ മണവും ടേസ്റ്റും എല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് വരേണ്ടത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നമ്മൾ 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കാശ്മീരി ചില്ലി ഇടുന്നത്.
നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പൊടി ഇടുന്ന നേരത്ത് തീ കുറച്ച് വെക്കണം. ഇനി നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന കരിയാപ്പില ഇട്ട് എടുക്കാം. തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് കരിയാപ്പില ഇട്ടെന്ന് വെച്ചാൽ അപ്പം നമ്മളെ മണമൊക്കെ കിട്ടാനാണ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മണമൊക്കെ പോവും. ഇനി നമുക്ക് നമ്മളുടെ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട കണ്ട ഇങ്ങനെ വരയണം. ഇത് കണ്ട ഇങ്ങനെ വരഞ്ഞിരിക്കണം. ഇത് കണ്ട ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് റൗണ്ടിൽ ഫുൾ ഇങ്ങനെ വരയണത് കണ്ട നടുക്കെല്ലായിടത്തും വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിൻ്റെ ഇട്ടെടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രേവി എടുത്ത് മുട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി വെക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം. നമ്മളുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മുട്ട റോസ്റ്റ് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പവും മുട്ട റോസ്റ്റ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. ഇപ്പം നമ്മളുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മുട്ട റോസ്റ്റും സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ. നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് കഴിക്കാൻ നിങ്ങൾക്ക് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് ഈ ടൈപ്പിലുള്ള മുട്ട റോസ്റ്റ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഞാൻ അപ്പം മുട്ടക്കറി ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ്, അടിപൊളി, നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പം മുട്ടക്കറി നല്ല കോമ്പിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. സൂപ്പർ അടിപൊളി, സൂപ്പർ ആട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കി ഓൺ ആക്കുക. ബൈ.